എല്ലാവർക്കും സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായി പോകുന്നത് ചിക്കൻ ചെറുതായി പൊരിച്ച രീതിയിലുള്ള കറിയാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനായി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി. ഇനി നമുക്കതിൽ സൺഫ്ലവർ ഓയിലിന് പകരം ഇവിടെ ഗോൾഡ് ഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇനി പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് നമുക്ക് ഈ സബോള ഇടാം. ഇത് 4 സബോള ഞാൻ അരിഞ്ഞെടുത്തതാണ്. ഈ സബോള ഇനി നമുക്കൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് പാകത്തിന് ഉപ്പും ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സബോള വെന്ത് വന്നിട്ടുണ്ട്, പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. തക്കാളി അങ്ങനെ ഇടുമ്പോൾ മോന് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ ജ്യൂസ് പോലെ എടുത്തിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ കറിയും കുറച്ച് കുറുകുമല്ലോ. അപ്പോൾ കറി കുറച്ച് കട്ടി പോലെ ഉണ്ടാകും. തക്കാളി അതിൽ കിടക്കാതെ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ടാൽ, മിക്സിയിൽ ഒന്നടിച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതിൽ പച്ചമുളക് 2 പച്ചമുളകാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിൽ മസാലകൾ ഇടാം. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും. എരിവ് കൂടണ്ട എന്ന് കരുതിയാണ് കാശ്മീർ മുളക് പൊടി 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇടുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി 4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചും വെളുത്തുള്ളിയും ചതക്കിയത്. നമുക്കിതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാം.
കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം കുറച്ച് കുറവുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം കുറവുണ്ട്. അപ്പോൾ അതിൽ കിടന്നു ചിക്കനൊന്ന് സെറ്റാവാനുണ്ട്. ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ലേശം ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കി ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകമാകും. ഇത് നമുക്ക് പത്തിരിയിലേക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാം. പത്തിരിയിലേക്കും ചപ്പാത്തിയിലേക്കും പൊറാട്ടയിലേക്കും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.